ഇവിടെ നമ്മളെ കാണാനെത്തിയ നമ്മുടെ അതിഥിയായി എത്തിയ ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗം ശ്രീ MP രാജേഷ്, പാലക്കാട് നിന്നും രണ്ടാം വട്ടം ആദ്യത്തെ ഏറെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട MP രാജേഷ്. ഇന്ത്യ പ്രസ് ക്ലബിന്റെ സെമിനാറുകൾ പ്രത്യേകിച്ച് നാഷണൽ കോൺഫറൻസിലാണ് സാധാരണ നടത്താറുള്ളത്. വളരെ ശ്രദ്ധേയമായാണ് ഇതിനു മുമ്പ് നടത്തിയ പല സെമിനാറുകളും. ശക്തമായ വിഷയങ്ങൾ പ്രത്യേകിച്ച് നാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധികൾ, മാധ്യമ പ്രവർത്തകർ ഇവരൊക്കെ അവരുടെ സ്റ്റാൻഡുകൾ ഓരോ വിഷയങ്ങൾ എടുത്തതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ വിജ്ഞാനപ്രദമായിരുന്നു. എന്തായിരുന്നു ഇതിൻ്റെ പിന്നാമ്പുറത്തുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് മാധ്യമശ്രീ അവാർഡ് ഒരു സെമിനാറോടുകൂടി കുറച്ചുകൂടെ വിപുലമായ രീതിയിൽ നടത്താൻ ഇപ്പോഴത്തെ ദേശീയ നേതൃത്വം തീരുമാനിച്ചത്. അതിനുവേണ്ടി തയ്യാറായി മുന്നോട്ട് വന്ന ഹൂസ്റ്റൺ ചാപ്റ്ററിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദി പ്രത്യേകം രേഖപ്പെടുത്തുന്നു. ഇന്ന് ഈ സെമിനാറിനെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം മാധ്യമങ്ങളും ജനാധിപത്യവുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ കാണാം, ഒരു മാധ്യമപ്രവർത്തകയായ വീണ ജോർജ് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പലപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ നേരിട്ടല്ലാതെയും ഇടപെടാറുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ ശക്തമായ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും മാധ്യമപ്രവർത്തനത്തിൻ്റെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യന് പബ്ലിഷിംഗ് റൈറ്റ്സ് കിട്ടുകയാണ്. അപ്പം എന്ത് കാണിക്കണം എന്ത് കാണിക്കണ്ട എന്നുള്ളതിനുള്ള മുമ്പുള്ള ആ എഡിറ്റേഴ്സ് ഡെസ്ക് എലിമിനേറ്റഡ് ആയിരിക്കുകയാണ്. ഈ ചർച്ച നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട MP രാജേഷ് MP ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കും. അത് കഴിഞ്ഞ് നിങ്ങളിൽ ആർക്കെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിക്കാം. ഈ വേദിയിലിരിക്കുന്ന മറ്റാരോടെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും ചോദിക്കാം. അവർക്ക് അവരുടേതായ പരിമിതികൾക്കുള്ളിൽ നിന്ന് അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും. താങ്ക് യു. IPCNA ഏർപ്പെടുത്തിയിട്ടുള്ള മാധ്യമശ്രീ അവാർഡ് ദാന ചടങ്ങിന്റെ ഭാഗമായി ഇത്തരത്തിലൊരു സെമിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് വളരെ ഉചിതമായി. ജനാധിപത്യത്തിന്റെ നാലാം തൂണായിട്ടാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ മേഖലകളെല്ലാം, പ്രത്യേകിച്ച് ആദ്യത്തെ മൂന്ന്, പരസ്പരം അവരുടെ അധികാര പരിധിക്കപ്പുറത്ത് അതിക്രമിച്ചു കടക്കാതിരിക്കുക എന്നത് ഭരണഘടനാ തത്വം തന്നെയാണ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ്, അധികാര വിഭജനം എന്നത് ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന തത്വമാണ്. ലെജിസ്ലേച്ചറിന്റെ മേഖലയിലേക്ക് എക്സിക്യൂട്ടീവിന്റെ അധികാരങ്ങളിലേക്ക് ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും ഒന്നും കൈകടത്താതിരിക്കുക, അതിക്രമിച്ചു കടക്കാതിരിക്കുക എന്നത്. മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയാനുള്ള അവകാശം ആണ് മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതും സംരക്ഷിക്കുന്നതും. ജനാധിപത്യത്തിന്റെ ഹൃദയമാണ് അറിയാനുള്ള അവകാശവും ഒപ്പം വിയോജിക്കാനുള്ള അവകാശവും, റൈറ്റ് ടു ഡിസെന്റ്. അത് ആണ് മാധ്യമങ്ങളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നതും പ്രതിഫലിക്കപ്പെടുന്നതും. ഇന്ന് പൊതുവിൽ ജനാധിപത്യത്തിന് നേരെ ഒട്ടേറെ വെല്ലുവിളികൾ ഉയർന്നു വരുന്നുണ്ട്. ആ വെല്ലുവിളികളാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നാക്രമണങ്ങളിൽ കാണുന്നത്. അതല്ലാതെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒറ്റപ്പെട്ട പ്രവണതയല്ല. ഞാൻ സാമാന്യവൽക്കരിച്ചുകൊണ്ട് പറയുന്നതല്ല. പക്ഷെ ജനഹിതത്തെയും ജനങ്ങളുടെ ഇച്ഛയെയും പ്രതിഫലിപ്പിക്കുന്ന പ്രവണത കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മൾ കാണും. ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പാർലമെന്റ് തന്നെയാണ്. കാരണം പാർലമെന്റിലെ MP-മാര് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കാര്യങ്ങൾ, രാജ്യസഭയുടെ കാര്യത്തിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. 86% അവരുടെ വെളിപ്പെടുത്തിയ ആസ്തി അനുസരിച്ച് തന്നെ കോടീശ്വരന്മാരും ശതകോടീശ്വരന്മാരും ബില്യനേഴ്സാണ്. അപ്പൊ സാധാരണ ജനങ്ങളിൽ നിന്ന് അകലുന്നു പാർലമെന്റ്. ആരെയാണോ പ്രതിനിധീകരിക്കുന്നത് അവരുടെ ഇച്ഛകളെ പലപ്പോഴും പ്രതിനിധീകരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പെട്രോളിന്റെ വില അടിക്കടി കൂടിയാൽ, സാധനങ്ങളുടെ വിലക്കയറ്റം ഉണ്ടായാൽ ഈ ഇരിക്കുന്ന ആളുകൾക്ക് അത് പ്രശ്നമായിട്ട് അനുഭവപ്പെടില്ല.
അത് അവരെ ബാധിക്കുന്ന കാര്യമല്ല. ഇന്ത്യയിലെ യുവത്വത്തിന്റെ തുടിപ്പ് ശ്രീ രാജേഷ്. ഇനി ദി ലേഡി ഓഫ് ദി ഈവനിങ്, ഞങ്ങളുടെ മാധ്യമശ്രീ പുരസ്കാരം നേടിയ ശ്രീമതി വീണ ജോർജ് ഈ വേദിയിൽ വിളിച്ചു കയറ്റുക എന്റെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ്. കാരണം ആറന്മുളയുടെ MLA ആണ്. മാധ്യമ പ്രവർത്തനത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ കടന്ന് ആദ്യ ഇലക്ഷനിൽ തന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി വീണ ജോർജിനും ഈ വേദിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പാർലമെന്റോ നിയമനിർമ്മാണ സഭകളോ ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ പ്രതിനിധീകരിക്കുന്നില്ല എന്നുള്ള വളരെ പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞു. ഒരു മാധ്യമ പ്രവർത്തക എന്നുള്ള രീതിയിൽ കൂടി ഞാൻ പറയുന്നു, ഇന്ത്യൻ മാധ്യമങ്ങളും ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ പ്രതിനിധീകരിക്കുന്നില്ല. ഇത് ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളികൾ നേരിടുന്നത് പോലെ തന്നെ ഇന്ത്യൻ മാധ്യമങ്ങളും വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതുകൊണ്ടാണ് NDTVക്ക് നേരെ ആ രീതിയിലുള്ള അക്രമം ഉണ്ടായത്. കേരളത്തിൽ കോടതികളിൽ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഈ രീതിയിലുള്ള അടിച്ചമർത്തലുകളോ അല്ലെങ്കിൽ അവരെ പുറത്താക്കുന്ന അവസ്ഥയും ഉണ്ടാകുന്നത് ഇതുകൊണ്ടാണ്. ഈ ജനാധിപത്യം ആ രീതിയിലുള്ള വെല്ലുവിളികൾ നേരിടുന്നത് കൊണ്ടാണ്. അതിന്റെ മറുവശത്തേക്ക് ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നത് ഇന്ത്യൻ മീഡിയയും ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ പ്രതിനിധീകരിക്കാത്ത ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ വളരെയേറെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് മാധ്യമ സ്വാതന്ത്ര്യം. ആർട്ടിക്കിൾ 19 ഭരണഘടനയുടെ 19ാം ആർട്ടിക്കിൾ അനുസരിച്ചുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ് മാധ്യമങ്ങൾക്കുമുള്ളത്. ഒരു പൗരനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമാണ് മാധ്യമങ്ങൾക്കുമുള്ളത്. കോടതി മുറികളിൽ മാധ്യമ പ്രവർത്തകരെ കയറ്റാത്തത് വളരെ ശക്തമായി ചെറുക്കപ്പെടേണ്ടതാണ് എന്ന് ഞാൻ പറയുന്നത് മാധ്യമങ്ങളുടെ അവകാശ സംരക്ഷണം എന്നതിലുപരി ജനങ്ങളുടെ അറിയുവാനുള്ള അവകാശത്തെ സംരക്ഷിക്കേണ്ടതാണ് എന്നുള്ള ഉത്തമമായ ബോധ്യത്തിന്റെ ശ്രീമതി വീണ ജോർജ്. മാധ്യമ പ്രവർത്തകർക്ക് അനിവാര്യമായിട്ടുണ്ടാവേണ്ട ഈ സാമൂഹിക പ്രതിബദ്ധതയും രാഷ്ട്രീയ ധാരണയും ചരിത്രബോധവും അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ വീണ ജോർജിന് അവാർഡ് കിട്ടിയത് വളരെ ഉചിതമാണ്. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക തുറന്നും മാധ്യമ പ്രവർത്തകരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒപ്പം മലയാളത്തെയും കേരളത്തെയും പിന്തുണയ്ക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് IPCNA പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കും. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം പലരും ചർച്ച ചെയ്തു. ഇപ്പോൾ 500-ന്റെയും 1000-ന്റെയും നോട്ട് ഒരു ദിവസം രാവിലെ അപ്രത്യക്ഷമാവുകയാണ്. നിങ്ങളത് ഉടനെ തന്നെ മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന രൂപയ്ക്ക് യാതൊരു വിലയില്ല എന്ന് ഇന്ത്യക്കാരായ മനുഷ്യരോട് ഇന്ത്യയുടെ ഭരണകൂടം പറയുകയാണ്. ആൾക്കാരെല്ലാം ഞെട്ടിപ്പോയി. നമ്മുടെ നാട്ടിൻപുറത്തെ മനുഷ്യരെല്ലാം പ്രായം ചെന്നവരെല്ലാം ഇച്ചിരി പൈസ കിട്ടുമ്പോൾ അതെല്ലാം കൂട്ടിവെച്ച് 1000-500 ആക്കി സൂക്ഷിച്ചു വയ്ക്കും. പ്രധാനമന്ത്രി പറയുന്നു കള്ളപ്പണക്കാരായ ആൾക്കാരെ കള്ളനോട്ട് കണ്ടുപിടിക്കാനും കൂടെ വേണ്ടിയാണ് ഈ പരിപാടി ചെയ്തതെന്ന്. പക്ഷെ അതൊക്കെ വളരെ നിസ്സാരമാണ്, നാട്ടിൽ അറിവുകൂടാത്തത്. ഇന്ത്യയിലെ സാധാരണക്കാരായ കൃഷിക്കാരായ മനുഷ്യരുടെ കയ്യിലൊക്കെ പണമുണ്ട്. അവരെല്ലാം കഷ്ടപ്പെട്ടും പ്രയത്നിച്ചും കൃഷി ചെയ്തൊക്കെ ഉണ്ടാക്കി കുറച്ച പൈസയാണ്. വലിയ പണക്കാരൊക്കെ സ്വർണത്തിലും വസ്തുവിലൊക്കെയാണ്, ഷെയറിലും ബോണ്ടിലും ഒക്കെയാണ് ആർക്കറിഞ്ഞുകൂടാത്തത്. അവരൊന്നും തൊടാൻ ഇന്ത്യക്ക് പറ്റില്ല. ഇന്ത്യൻ ജനാധിപത്യത്തില് ഇന്ത്യൻ പാർലമെന്റില് ഉള്ള 86% ആൾക്കാരും ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരാണെന്ന് നമ്മളോട് ഇപ്പോഴത്തെ പാർലമെന്ററി മെമ്പർ പറഞ്ഞു. മാധ്യമരംഗത്ത് ഇതാണ് സ്ഥിതി. അപ്പോൾ കാലം മാറി. ഈ മാധ്യമങ്ങളെല്ലാം ഈ വലിയ ഗ്രൂപ്പുകൾ, വലിയ പണക്കാർ വന്ന് ഏറ്റെടുക്കുമ്പോഴോ ഈ പാവപ്പെട്ട മനുഷ്യരെ കുറിച്ച് പറയാൻ ആരുമില്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് വീണ ജോർജിനെ പോലുള്ളവരെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ 400ഓളം മഹത് വ്യക്തികളെ അഭിമുഖത്തിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തിയ വീണ ജോർജ്. മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആത്മാഭിമാനത്തിന് അല്പം അഹങ്കാരത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ പറ്റും. പ്രത്യേകിച്ച് കൈരളി TVക്ക് തുടക്കം കൈരളി TVയിൽ നിന്നായിരുന്നു.
കൈരളി ടി വിയിൽ നിന്നാണ് മാധ്യമ പ്രവർത്തനത്തിന്റെ ബാലപാഠങ്ങളെല്ലാം അഭ്യസിച്ചത്. പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപകരിക്കാനായിട്ട് മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന അതേ മനോഭാവത്തിന്റെ പിന്തുടർച്ച, അതിനുശേഷമുള്ള പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന നല്ല അവബോധമുള്ള ഈ MLA-യും ഈ മാധ്യമ പ്രവർത്തകയെയും നമ്മൾക്ക് ഈ പ്രത്യേക സന്ദർഭത്തിൽ ഇന്ത്യ പ്രസ് ക്ലബിന്റെ ഏറ്റവും അഭിമാനകരമായ ഈ നിമിഷത്തിന് തെരഞ്ഞെടുത്തതിൽ ഞങ്ങൾക്ക് ശരിക്കും ആത്മാർത്ഥമായി സന്തോഷവും കാഴ്ചപ്പാടില് മാധ്യമങ്ങൾക്ക്, അതായത് ഒരു ഏകാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലോട്ട് പോകുന്ന വഴി, അല്ലെങ്കിൽ ഒരു സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള വഴിയിൽ മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് മാധ്യമങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മാധ്യമങ്ങൾ ഒരുപറ്റം കാശുള്ള ആൾക്കാരുടെ കയ്യിലായതുകൊണ്ടായിരിക്കാം ഇവര് പലപ്പോഴും സൈഡ് പിടിച്ച് സംസാരിക്കുന്നത്. ഇന്ന് ജനാധിപത്യ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളെ സപ്രസ് ചെയ്യുന്നത്. ജനാധിപത്യം കിട്ടുവാൻ വേണ്ടി മാധ്യമങ്ങളെ ഉപയോഗിച്ച് ജനാധിപത്യത്തിൽ എത്തിച്ചേർന്നിട്ട് ആ ജനാധിപത്യ രാജ്യങ്ങളിൽ ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ ഇന്ത്യ തന്നെ, ഇപ്പം ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ലോകത്തിൽ. മാധ്യമ പ്രവർത്തകരെ കോടതിക്കകത്ത് കയറ്റില്ല. അപ്പം ജുഡീഷ്യറി തന്നെ മാധ്യമത്തിനെതിരെ പ്രവർത്തിക്കുന്നു. 5 വർഷം LLB പാസ്സായവർ വേണം കോടതി മുറിയിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നതിനകത്ത് എന്ത് അടിസ്ഥാനമാണ് അതിനകത്ത്? ഇപ്പൊ കഴിഞ്ഞ US ഇലക്ഷൻ എടുത്തു നോക്കും. ട്രംപ് മാധ്യമത്തിനെതിരെയായിരുന്നു കംപ്ലീറ്റ്. അദ്ദേഹത്തിന്റെ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഉടനീളം മാധ്യമത്തിനെതിരെ അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. അതിന് കാരണമുണ്ട്. കാരണം അമേരിക്കയിലെ അല്ല, ലോക മാധ്യമങ്ങളെല്ലാം തന്നെ ഹിലരി ജയിക്കും എന്നാണ് പറഞ്ഞത്. ട്രംപ് തോറ്റുപോകുന്ന ആണ് ഇവിടുത്തെ മീഡിയകളെ കംപ്ലീറ്റ് പറഞ്ഞിരുന്നത്. എനിക്ക് തോന്നുന്നത് ലോകത്ത് ആദ്യമായിട്ടായിരിക്കും മീഡിയകൾക്ക് എല്ലാവർക്കും ഒരേപോലെ കിട്ടിയത്. അപ്പം നമ്മുടെ ഭാഗത്തും തെറ്റ് പറ്റിയിട്ടുണ്ട്. എങ്ങനെ തെറ്റ് പറ്റാതിരിക്കാം എന്നും നമ്മൾ ചിന്തിക്കും. ഞങ്ങൾ കരുത്തുള്ള, ശക്തിയുള്ള ഒരു വ്യക്തിയിലേക്കാണ് ഞങ്ങൾ ഈ മാധ്യമ അവാർഡ് ഏൽപ്പിക്കുന്നത്. കാരണം വീണ ജോർജ് കഴിഞ്ഞ 16 വർഷക്കാലം മാധ്യമ രംഗത്ത് പ്രവർത്തിച്ച് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ മുന്നിലോട്ട് കൊണ്ടുവരുവാൻ വേണ്ടി പ്രയത്നിച്ച വീണ ജോർജ് ഇന്ന് ഈ ജനകീയ പ്രശ്നങ്ങൾ സ്വന്തമായിട്ട് പരിഹരിക്കുവാൻ ശക്തി ആർജിച്ചാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ വീണ ജോർജ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ നിന്ന് പരിണമിച്ച് ഇന്ന് ഒരു ലോ മേക്കറായി വീണ ജോർജ്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ മാധ്യമശ്രീ അവാർഡ് ഈ പ്രാവശ്യം വീണ ജോർജിന് നൽകിയത്. വീണ ജോർജ്, താങ്ക് യു വെരി മച്ച്. ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഒരുമിച്ചാണ് ആ അവാർഡ് ആ വേദിയിൽ അന്നത്തെ അവാർഡ് ജേതാക്കൾക്ക് പങ്കിട്ട് കൊടുത്തത്. അന്ന് ആ അവാർഡിനോടൊപ്പം തന്നെ കേരളത്തിലെ പ്രമുഖ മാധ്യമപ്രവർത്തകനായ TN ഗോപകുമാർ സാറിനും ലഭിച്ചിരുന്നു. ഒപ്പം പുതിയ മാധ്യമപ്രവർത്തകര്, വാർത്താ അവതാരകര്, അങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച 10ഓളം പേർക്ക് മറ്റ് അവാർഡുകളും കൊടുത്തിരുന്നു. അന്ന് മികച്ച വാർത്താ അവതാരികയ്ക്കുള്ള അവാർഡ് ലഭിച്ചതാണ് വീണ ജോർജ്. ഇന്നൊരു പക്ഷേ ഞങ്ങൾ അഹങ്കാരത്തോട് പറയും, കേരളത്തിലെ മാധ്യമ സംഘടന പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഒരു ഒഴുക്കായിരുന്നു അന്നത്തെ. സമീപകാലത്ത് കോർട്ട് റിപ്പോർട്ടിങ്ങിനെത്തിയ മാധ്യമ പ്രവർത്തകരെ തടഞ്ഞു. എന്തുകൊണ്ട് കേരള അസംബ്ലിയിൽ കുറച്ചുകൂടെ ശക്തമായിട്ട് അതിനെപ്പറ്റി ഇപ്പോൾ നിങ്ങൾക്കെല്ലാം സംസാരിച്ചുകൂടാ? ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് നിയമസഭയിൽ മാധ്യമ പ്രവർത്തനത്തിന് നേരെ ഇത്തരത്തിൽ കോടതി മുറികളിൽ നടക്കുന്ന അടിച്ചമർത്തലിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രസ്താവന നടത്തിയത്. അദ്ദേഹം അന്ന് പറഞ്ഞത് ഈ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവർ മുൻകൈ എടുത്ത് പ്രശ്നം പരിഹരിക്കും, അതിനുള്ള എല്ലാ അവസരവും സർക്കാർ ഒരുക്കും, അതിനുശേഷം ഇടപെടേണ്ട ഒരു സാഹചര്യം അപ്പോഴും അത് തീർക്കാത്ത സാഹചര്യത്തിൽ നിശ്ചയമായും അത് ഇടപെട്ട് ആ പ്രശ്നത്തിന്റെ പരിഹാരം കാണുമെന്നുള്ളതാണ്. ഈ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് ഈ പരാമർശങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടല്ല
വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവത്തിന്റെ പേരിലുണ്ടെന്ന് മറ്റു കോടതികളിലേക്ക് ഏറ്റെടുക്കപ്പെടുകയായിരുന്നു. ഇനി അഥവാ ഈ രീതിയിൽ കോടതിയുടെ ഒരു പ്രൊസീഡിംഗ് സംബന്ധിച്ചോ വിധി സംബന്ധിച്ചോ ആ രീതിയിൽ ഒരു മാധ്യമ വാർത്തയോ അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ളത് വന്നാൽ അതിനൊക്കെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഉൾപ്പെടെയുള്ളവ മൂവ് ചെയ്യാനുള്ള ഇതുണ്ടല്ലോ. പക്ഷെ ആ രീതിയിൽ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് അന്ന തരത്തിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാം. ഏതായാലും ഭരണകക്ഷി സർക്കാർ അതിൽ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട്. വളരെ ശക്തമായി മാധ്യമ സ്വാതന്ത്ര്യം ഉറപ്പാക്കും. അതിനുവേണ്ടി ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകും. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്തുകൊണ്ട് സന്ധി സംഭാഷണം നടത്തി, രണ്ടു കൂട്ടരെയും വിളിച്ചിരുത്തി. അത് സാധാരണ നടപടിയായിട്ട് കരുതരുത്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ രണ്ടു കൂട്ടർ തമ്മിലുണ്ടായ തർക്കത്തിൽ നേരിട്ട് മധ്യസ്ഥത വഹിക്കുന്നു, 1 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവത്തിലും പ്രാധാന്യത്തിലും ഗവൺമെന്റ് ഭരണകക്ഷിയും ഇത് കാണുന്നു എന്നുള്ളതാണ്. ഇതില് സർക്കാരിന് ചില പരിമിതിയുണ്ട്. ഇപ്പൊ ജുഡീഷ്യറിയോട് സർക്കാരിന് ഒരു കാര്യം കൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ തുടക്കത്തിൽ അതാ പറഞ്ഞത്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി മൂന്നിനും അതിൻ്റെതായിട്ടുള്ള അധികാരപരിധികളുണ്ട്. ആ അധികാര അതിർത്തി ലംഘിക്കാൻ സാധാരണഗതിയിൽ പറ്റില്ല. പ്രസ് ക്ലബിന്റെ സിഗ്നേച്ചർ പരിപാടിയാണ് ഈ മാധ്യമശ്രീ അവാർഡ്. അമേരിക്കയിൽ പല സ്ഥലങ്ങളിൽ നടന്നു, കേരളത്തിൽ വെച്ച് നടന്നു. ഇന്ന് ഇവിടെ ഹ്യൂസ്റ്റണിൽ, ടെക്സസിൽ ആദ്യമായിട്ട് ഇന്ത്യ പ്രസ് ക്ലബിന്റെ ഒരു പരിപാടി വരികയാണ്. മാധ്യമശ്രീ പുരസ്കാരം 2016 in recognition of your lifetime commitment and outstanding contribution to journalism and media, presented to Mrs. Veena George, journalist and member of Legislative Assembly, Kerala. ഇന്നിവിടെ വരുമ്പോൾ വളരെ വൈകാരികമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് IPCNA ഈ മാധ്യമശ്രീ അവാർഡ് വളരെ അഭിമാനത്തോടെയും വിനയത്തോടെയും ഞാൻ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ജീവിതത്തിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളിലൊന്നായി ഞാനിതിനെ കണക്കാക്കുകയാണ്. അതിമനോഹരമായ ഈ സായാഹ്നം സമ്മാനിച്ച IPCNA എല്ലാ ഭാരവാഹികളോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം മാധ്യമരംഗത്തെ തന്നെ എനിക്ക് മുൻപേ ഈ അവാർഡ് ഏറ്റുവാങ്ങിയവർ മാധ്യമരംഗത്തെ കുലപതികളാണ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ യോഗ്യതയുള്ളവരാണ്. അവർക്ക് പിന്നാലെ ഈ മാധ്യമശ്രീ അവാർഡിന് എന്നെ തിരഞ്ഞെടുത്തതിലുള്ള ഹൃദയപൂർവമായ നന്ദിയും IPCNAക്ക് സമർപ്പിക്കുന്നതിനൊപ്പം ഈ തിരഞ്ഞെടുപ്പ് നടത്തിയ ജൂറി അംഗങ്ങളെയും നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. സംഘടന എന്നാൽ വളരെ ശക്തിയുള്ള സംഘടന, അതിൻ്റെ ഉദാഹരണമാണ് നാം ഇന്ന് ഇവിടെ കൊടുത്ത ഈ അവാർഡുകൾ. നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ ഏറ്റവും കൂടുതൽ ഭംഗിയായി ക്രമീകരിച്ച ഹൂസ്റ്റൺ ചാർട്ടറിനുള്ള എല്ലാവിധമായ നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. താങ്ക് യു.